നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജി സുധാകരനെതിരായ ചെറ്റ എന്ന പരാമർശത്തിൽ ഇപ്പോൾ ഉരുണ്ടു കളിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന് പുഴുങ്ങുന്ന പിണറായി വിജയനെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതായത് ചെറ്റത്തരം എന്ന വാക്ക് എപ്പോഴാണ് അശ്ലീലമായതെന്നും ഞാൻ സുധാകരനെ ചെറ്റ എന്ന് വിളിച്ചിട്ടില്ല എന്നുമാണ് പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. അദ്ദേഹം കാട്ടിയത് രാഷ്ട്രീയ ചെറ്റത്തരമാണെന്നാണ് പറഞ്ഞത്. അത് ദശാബ്ദങ്ങളായി താൻ കേരളത്തിലെ പൊതുവേദികളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാചകമാണെന്നും മുഖ്യമന്ത്രി ഇടുക്കിയിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഒരു നേതാവാണ്, ഒന്ന് ഓർത്തു നോക്കണം. പാർട്ടി സെക്രട്ടറി ആയിട്ടിരുന്ന ആളാണ്, MLA ആയിട്ടിരുന്ന ആളാണ്, മന്ത്രിയായിട്ടിരുന്ന ആളാണ്, മുഖ്യമന്ത്രിയാണ്. എന്നിട്ടും പറയുകയാണ് ഇത് കാലങ്ങളായി ഞാൻ ഉപയോഗിച്ചു വരുന്ന ഒരു പദപ്രയോഗമാണെന്ന്. എതിരാളികൾക്ക് നേരെ മറ്റൊന്നും പറയാനില്ലാതെ വരുമ്പോഴാണ് സാധാരണ ഈ മറ്റുള്ളവർ ഈ തെറി അഭിഷേകമൊക്കെ നടത്തുന്നത്. അതേ ലെവലിലേക്കാണ് പിണറായി വിജയൻ്റെ ഒരു പോക്ക്. ഒന്ന് ഓർത്ത് നോക്കുക. നിങ്ങൾ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്, പാർട്ടി സെക്രട്ടറി ഒന്നുമല്ല. പാർട്ടി സെക്രട്ടറി ആണെങ്കിൽ പോലും അങ്ങനെ പറയാൻ പാടില്ല. കാരണം തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചവരാണ് നിങ്ങൾ. അപ്പോൾ ഒരാൾ ഈ പാർട്ടിയിൽ ഇനി എനിക്ക് നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ ആ വഴിക്കങ്ങ് വിട്ടേക്കുക. അല്ലാതെ പുറകെ നടന്ന് ചെറ്റത്തരം കാണിച്ചു, ചെറ്റ എന്നൊക്കെയുള്ള പരാമർശവുമായി രംഗത്തേക്ക് വരുന്നത് അങ്ങേയറ്റം ഹീനമായ ഒരു കാര്യമാണ്. സംസ്കാരം തൊട്ട് തീണ്ടിയിട്ടുള്ളവർ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തില്ല. ഈ ചെറ്റത്തരം എന്നുള്ള വർത്തമാനം ഞാൻ കുറേ കാലങ്ങളായി കൊണ്ടു നടക്കുന്ന ഒരു പദപ്രയോഗമാണെന്ന് പിണറായി തന്നെ സമ്മതിക്കുമ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ലെവൽ എന്താണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു പോകുകയാണ്. ഇത് മാത്രമല്ലല്ലോ, എത്രയോ കാലങ്ങളായി എതിരാളികൾ എന്ന് തോന്നുന്നവരെ ഈ ചാട്ടുളി പോലത്തെ വാക്കുകൾ കൊണ്ട് അടിച്ചിരുത്താൻ പിണറായിക്ക് ഒരു പ്രത്യേക കഴിവാണ്. അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ മതിയാകൂ. പ്രത്യേകിച്ച് കുലംകുത്തി, നികൃഷ്ടജീവി, പരനാറി എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ പിണറായി പൊതുവേദികളിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ ചെറ്റത്തരം എന്ന വാക്ക് ഞാൻ എന്തോ മഹത്തായ കാര്യം പറഞ്ഞു എന്ന തരത്തിലാണ് പിണറായി വ്യാഖ്യാനിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വിവാദമായ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ന്യായീകരണം നടത്തിയിരിക്കുന്നത് പിണറായി. ജി സുധാകരനെ ഞാൻ ചെറ്റ എന്ന് വിളിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഞാൻ ചെറ്റ എന്ന് വിളിക്കുകയോ പേരെടുത്ത് ആക്ഷേപിക്കുകയോ ചെയ്തിട്ടില്ല. സുധാകരൻ കാട്ടിയത് നിലപാടുകളുടെ വഞ്ചനയല്ലേ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. നമുക്ക് മുഖ്യമന്ത്രി പറഞ്ഞത് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ഞാൻ സുധാകരനെ ചെറ്റ എന്ന് വിളിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ ഞാൻ വിളിച്ചിട്ടില്ല. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? ചെറ്റത്തരമാണ് കാണിച്ചത്, രാഷ്ട്രീയ ചെറ്റത്തരം. ചെറ്റത്തരം എന്ന വാക്ക് എപ്പോഴാണ് ഇത്രമാത്രം അശ്ലീലവും അൺപാർലമെന്ററിയുമായി മാറിയത്? അതെനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ വളരെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകമുണ്ട്. അത് നിങ്ങളുടെ മുന്നിലും പറഞ്ഞിട്ടുണ്ടാകും, കേരളത്തിലാകെയും പറഞ്ഞിട്ടുണ്ടാകും. ചില്ലറ വോട്ടിനും 4 സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്നവരല്ല ഞങ്ങൾ. അതിൻ്റെ അർത്ഥം ഞങ്ങൾ എല്ലാവരും ചെറ്റകളാണെന്നാണോ? ഞങ്ങളെ പറ്റിയാണത് പറഞ്ഞത്. എത്രയോ കാലമായി, ദശാബ്ദങ്ങളായി കേരളത്തിലെ പൊതുവേദികളിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണിത്. സാധാരണ പറയുന്നതല്ലേ ഇത്? ചെറ്റത്തരം കാണിച്ചാൽ ചെറ്റത്തരം എന്ന് പറയില്ലേ? അതല്ലേ ഉണ്ടായത്? അതിൻ്റെ അർത്ഥം അയാളെ ചെറ്റ എന്ന് വിളിച്ചെന്നാണോ? അയാളുടെ പേര് മാറ്റി വിളിച്ചു എന്നാണോ? അയാളെ വ്യക്തിപരമായി പേരെടുത്ത് ആക്ഷേപിക്കുന്ന നിലയുണ്ടായോ? പക്ഷേ നിലപാടുകളുടെ വഞ്ചനയല്ലേ? വഞ്ചന കാണിച്ചു എന്ന് പറയുമ്പോൾ, വർഗവഞ്ചകൻ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? അതൊക്കെ നിലപാടുകളുടെ ഭാഗമായി പറയുന്ന കാര്യമല്ലേ? സ്വാഭാവികമായി പറയില്ലേ? അത്രയേ അതിനെ കാണേണ്ടതുള്ളൂ. ചെറ്റത്തരം എന്നത് പറയാൻ പാടില്ലാത്ത കാര്യമാണോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. കേരളത്തിൽ പറയാത്ത ഒരു വാചകമാണോ അത്? ആവർത്തിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ? മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് UDF ഏറ്റെടുത്തിട്ടുണ്ടാകും. പക്ഷേ നാട്ടുകാർ അവരുടെ കൂടെ വേണ്ടേ? അതിന് നിങ്ങൾ എന്തിനാണ് വേവലാതിപ്പെടുന്നത്? അതിന് പിണറായി വിജയന്റെ വാക്ക് വളരെ മോശമായി പോയിരിക്കുന്നു എന്ന് ചിത്രീകരിക്കാൻ നോക്കിയിട്ട് കാര്യമില്ലല്ലോ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് മാത്രമല്ല, ഈ മണിക്കൂറുകളിൽ ഏറ്റവും വലിയ വിവാദമായി മാറിക്കൊണ്ടിരിക്കുന്നത്, ഒരു വേദിയിൽ മുഖ്യമന്ത്രി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ചോദ്യം ചോദിക്കാൻ എഴുന്നേറ്റപ്പോൾ നിന്റെ വീട്ടിൽ പോയി ചോദിക്കടാ എന്നുള്ള ഒരു പരാമർശം മുഖ്യമന്ത്രി നടത്തിയിരുന്നു. ആ പരാമർശത്തിന് മുഖ്യമന്ത്രി വിശദീകരണം നൽകിയിരിക്കുകയാണ്. വീട്ടിൽ പോയി ചോദിച്ചോ എന്ന പരാമർശത്തിലും മുഖ്യമന്ത്രിയുടെ വിശദീകരണം അത് വന്നിരിക്കുകയാണ്. ചോദ്യം ചോദിക്കേണ്ട വേദിയല്ല പൊതുയോഗം, വാർത്താ സമ്മേളന വേദിയല്ലല്ലോ. പൊതുയോഗത്തിന്റെ രീതിയുണ്ട്. പിണറായിയുടെ പരിപാടിയിൽ മര്യാദ പാലിക്കേണ്ട എന്നുണ്ടോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. ചോദ്യം ചോദിച്ച ആൾക്ക് ഇപ്പോഴും കാര്യം ബോധ്യപ്പെട്ടല്ലോ. വീട്ടിൽ പോയി ചോദിക്ക് എന്ന പ്രയോഗത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ ഒരു പ്രതികരണം. സാധാരണ നമ്മൾ ഓരോ ഘട്ടത്തിലും പാലിക്കുന്ന മര്യാദയുണ്ട്. ആ മര്യാദ പാലിക്കാതിരുന്നാൽ പ്രതികരണവും അതിനനുസരിച്ച് വരും. അവിടെ ആരെങ്കിലും LDFനെയോ എന്നെയോ എതിർക്കാൻ വന്നവരല്ല.
ചില ഘട്ടങ്ങളിൽ ആവേശം കൊള്ളുന്നവരുണ്ടല്ലോ, ആ ആവേശത്തിന്റെ ഭാഗമായി ചോദിക്കുന്ന ചോദ്യമാണ്. അങ്ങനെ ചോദിച്ചാൽ കിട്ടുന്ന മറുപടി ഇങ്ങനെയായിരിക്കും. അത് സ്വാഭാവികമല്ലേ? പൊതുയോഗത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ആരോ സംസാരിക്കട്ടെ, അതിഷ്ടമില്ലെങ്കിൽ കേൾക്കണ്ട, യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകണം, ഇഷ്ടമുള്ളവർ കേട്ടാൽ മതിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പക്ഷേ ഇത്തരത്തിലുള്ള മുഖ്യമന്ത്രിയുടെ ഇടപെടലുകൾ അത് വലിയ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത് പിണറായിക്ക് ജനങ്ങളോട് ഇടപെടാൻ താല്പര്യമില്ല എന്നുള്ള തരത്തിലാണ്. അതായത് എല്ലായിടത്തും പോയി ധാർഷ്ട്യം കാണിക്കുന്ന ഒരു പിണറായിയെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില വേദികളിൽ മാത്രമാണ് അദ്ദേഹം ഒന്ന് ചിരിച്ച് നമ്മൾ കാണുന്നത്. പക്ഷേ ഇപ്പോഴും ഒരു പാർട്ടി സെക്രട്ടറി എന്നുള്ള ലെവലിൽ തന്നെയാണ് പിണറായി ഇരിക്കുന്നത്. അതിനെയാണ് വിമർശിക്കുന്നത്. നിങ്ങളൊരു മുഖ്യമന്ത്രിയാണ്, ജനങ്ങളുമായി ഇടപഴകേണ്ട ആളാണ്. നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുള്ള മുഖ്യമന്ത്രിമാരുണ്ടല്ലോ, ഉമ്മൻചാണ്ടിയും VS ഒക്കെ ജനങ്ങളുമായിട്ട് എത്രയോ സൗമ്യമായിട്ട് ഇടപഴകിയിട്ടുള്ള, തോളിൽ കൈയിട്ട് നടന്നിട്ടുള്ള നേതാക്കന്മാരാണ്. അത് വെച്ച് നോക്കുമ്പോൾ പിണറായി എപ്പോഴും ഒരു ധാർഷ്ട്യമാണ്, ധാർഷ്ട്യത്തിൻ്റെ ഉന്മത്ത രൂപമാണ് ഈ പറയുന്ന പിണറായി എന്നുള്ള ഒരു പറച്ചിൽ. അത് മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള ഈ രീതികൾ കൊണ്ടുണ്ടായി പോയതാണ്. പക്ഷേ ഒരു എതിരാളിയെ വിമർശിക്കുമ്പോൾ നിങ്ങൾ രാഷ്ട്രീയപരമായി അയാളെ വിമർശിച്ചുകൊള്ളൂ. പക്ഷേ അതിര് വിട്ടുപോകുന്ന വാക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് ഒരു മുഖ്യമന്ത്രിയുടെ വായിൽ നിന്നതൊക്കെ പുറത്തേക്ക് വരുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതിൽ വിറളി കൊണ്ടിട്ടൊന്നും ഒരു കാര്യവുമില്ല. മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയെന്ന KC വേണുഗോപാലിന്റെ പരാമർശത്തിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടുണ്ട്. സമനില തെറ്റുന്നത് ആർക്കാണെന്ന് കാണുന്നുണ്ടല്ലോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. കഴിഞ്ഞ ദിവസം കോന്നിയിൽ നടന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ സദസ്സിൽ നിന്ന് ഒരു ചോദ്യമുണ്ട് എന്ന ശബ്ദം ഉയരുകയായിരുന്നു. ഇയാളോട് വീട്ടിൽ പോയി ചോദിക്കുക എന്നായിരുന്നു മുഖ്യമന്ത്രി മറുപടി കൊടുത്തത്. സംഭവം വലിയ വൈറലായി. കാരണം ആ വീഡിയോ അങ്ങ് കയറി വൈറലായിരുന്നു. സ്വന്തം പാർട്ടിക്കാരോട് പോലും പിണറായിക്ക് ഇത്തരത്തിലുള്ള നിലപാടാണ്. അപ്പോൾ പിന്നെ സാധാരണക്കാർ വന്നാൽ പിണറായി എന്തായിരിക്കും കാണിക്കുക എന്ന് ഓർത്താൽ മതി എന്നൊക്കെയുള്ള തരത്തിൽ വലിയ വിമർശനങ്ങൾ വന്നു. ഇതിനിടയ്ക്ക് ഉയർന്നു വന്ന ഒരു വിവാദ കപ്പുണ്ടായിരുന്നല്ലോ, ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക്. ആ വാചകത്തെക്കുറിച്ചും മുഖ്യമന്ത്രി വിശദീകരിച്ചിട്ടുണ്ട്. കപ്പിലെ വാചകം യാദൃശ്ചികമാണെന്നാണ് താൻ പറഞ്ഞതെന്നും തൻ്റെ സമീപനത്തിൽ മാറ്റമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ ഘട്ടത്തിലും അവളോടൊപ്പമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അവളോടൊപ്പം ആരായിരുന്നു, അവനോടൊപ്പം ആരായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും അവളോടൊപ്പമായിരുന്നു, ഞാനും ആ നിലയാണ് സ്വീകരിച്ചത്. ഇത്തരത്തിൽ ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്ന എല്ലാ വിമർശനങ്ങൾക്കും പിണറായി വിജയൻ മറുപടി കൊടുത്തിട്ടുണ്ട്. മുൻപൊക്കെ വാർത്താ സമ്മേളനത്തിൽ വരുമ്പോൾ ഇത്തരം വിവാദങ്ങളിൽ മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ പറയാൻ സൗകര്യമില്ല, മൈക്ക് ഓഫാക്കി എഴുന്നേറ്റ് പോകുന്ന പിണറായി വിജയനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴൊന്ന് മയപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാം എന്നുള്ള ഒരു നിലയിലേക്ക് പിണറായി എത്തിയിട്ടുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, തെരഞ്ഞെടുപ്പ് എടുത്തത് കൊണ്ടാണ്. കാരണം ഞാൻ ജനകീയനാണ് എന്ന് കാണിക്കാനുള്ള ഒരു വ്യഗ്രതയാണ് പിണറായിയിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ജനങ്ങൾ ഒരു വഴിക്കൂടെ അതിശക്തമായ വിമർശനം ഉയർത്തുകയാണ്. ഈ സർക്കാരിൻ്റെ കാലത്ത് വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിനെ നമ്മൾ അംഗീകരിക്കുക തന്നെ ചെയ്യണം. നമുക്ക് രാഷ്ട്രീയപരമായ എതിർപ്പുകൾ ഉണ്ടെങ്കിലും നമ്മളതിനെ മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള ഇടപെടലുകളെ ചോദ്യം ചെയ്യുമെങ്കിലും പക്ഷേ വികസനം അത് ഈ സർക്കാരിൻ്റെ കാലത്ത് അതിഗംഭീരമായ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ ധാർഷ്ട്യം, ഈ പാർട്ടിയുടെ ധാർഷ്ട്യത്തെയാണ് നമ്മൾ എല്ലായ്പ്പോഴും ചോദ്യം ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള പിണറായി കൂട്ടരുടെ ധാർഷ്ട്യമാണ് ഈ പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.